ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കേരള ചിക്കനിൽ ജോലി അവസരം. കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് KBFPCL. ഇവിടെ അസിസ്റ്റന്റ് HR മാനേജർ, അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ ഒഴിവുകൾ ഫെബ്രുവരി 20 വരെ അപേക്ഷിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുകയും വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നിയമനത്തിന്റെ വിശദ വിവരങ്ങൾ നോക്കാം. കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, അത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണിത്. ഇവിടേക്ക് അസിസ്റ്റന്റ് HR മാനേജർ, ക്വാളിഫിക്കേഷൻ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എക്സ്പീരിയൻസ് മിനിമം 5 വർഷമെങ്കിലും ഉണ്ടായിരിക്കണം. HR മാനേജ്മെന്റിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 35,000 രൂപ. അടുത്ത ഒഴിവ് അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മേഖലയിൽ അല്ലെങ്കിൽ റിലേറ്റഡ് ഫീൽഡിൽ MBA. എക്സ്പീരിയൻസ് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ പർച്ചേസ് റിലേറ്റഡ് ഫീൽഡിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സ്. ശമ്പളം 35,000 രൂപ. അടുത്ത ഒഴിവ് സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിഗ്രി, മിനിമം 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം സെയിൽസിൽ. പ്രത്യേകിച്ച് FMCGയിൽ, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ, അതിൻ്റെ സെയിൽസിലായിരിക്കണം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടത്. പ്രായം 30 വയസ്സ്. ശമ്പളം 20,000 രൂപ. ഈ നിയമനങ്ങളെല്ലാം കരാറടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പ്രായത്തിനെ സംബന്ധിച്ചുള്ള കട്ട് ഓഫ് ഡേറ്റ് 1/1/2025 ആണ്. ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കൂടി വേണം അപേക്ഷിക്കാൻ. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 20/2/2025 5 PM വരെയാണ്. അത് ഫെബ്രുവരി 20 തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ IDയും അതുപോലെ ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഓരോ ജോബിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ രീതികളെക്കുറിച്ച് ഈ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ വായിച്ചു നോക്കി താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക. ഇത്രയുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.